ഓക്കെ. ഇനി അടുത്ത നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബട്ടൺ ലേബിള് ഹാൻഡിൽ ചെയ്യണം. അതായത് ഇപ്പൊ ഞാനിവിടെ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ പ്ലെയർ 1 എന്ന് പറയുന്നത് ഒരു ലേബൽ ആയിരിക്കും. അപ്പൊ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻപുട്ട് ബോക്സ് ആയിരിക്കും വരുന്നത്. സോ ഈ ഇൻപുട്ട് ബോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ പിന്നെയും എഡിറ്റ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. സോ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് സേവ് എന്ന് പറഞ്ഞ ലേബൽ ആയിരിക്കണം കാണിക്കേണ്ടത്. അതെങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡൈനാമിക് വാല്യൂ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ഇവിടെ ഏതാ കൊടുക്കുന്നത്? ഈസ് എഡിറ്റ്. ഓക്കെ, ഈസ് എഡിറ്റ് ആണെങ്കിൽ ഓക്കെ, നമ്മളിവിടെ ടെർണറി ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈസ് എഡിറ്റ് ആണെങ്കിൽ നമ്മളിവിടെ സേവ് എന്ന് പറഞ്ഞായിരിക്കും ലേബിൾ കൊടുക്കുന്നത്. അതുപോലെ ഈസ് എഡിറ്റ് അല്ലെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് എഡിറ്റ് മോഡ് ആണെങ്കിൽ സേവ് എന്ന് പറഞ്ഞായിരിക്കും ലേബിൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ എഡിറ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സേവ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഇവിടെ ലേബിൾ മാറിയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെ നമുക്ക് ഈ ലേബൽ ഇവിടെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സേവില് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ആ ലേബിൾ അവിടെ മാറണം. ഓക്കെ, ഇൻപുട്ടിൽ എന്താണോ ലേബിൾ കൊടുത്തിരിക്കുന്നത് അത് സേവ് ആവണം. സോ ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, കാരണം നമ്മളിവിടെ ഹാർഡ് കോഡ് ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, ട്രൂ എന്ന് പറഞ്ഞത്. സോ ഇവിടെ ഞാൻ ഇത് മാറ്റിയിട്ട് ഞാനിവിടെ നമ്മൾ ഒരു ആരോ ഫംഗ്ഷനകത്ത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് സേവ് എഡിറ്റ് ഇപ്പം മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാനിവിടെ ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇവിടെ പാസ് ചെയ്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ് തന്നെയാണ്. ഇവിടെ എന്താണോ നമ്മൾ വാല്യൂ കൊടുത്തിരിക്കുന്നത് ആ വാല്യൂ തന്നെ ആയിരിക്കും പാസ് ചെയ്യണത്. ഓക്കെ, ഇപ്പൊ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അതിലെ ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത് നോട്ട് എഡിറ്റിംഗ്. ഈ നോട്ട് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ. അപ്പൊ നോട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആവും, നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റ്, ഓക്കെ, കറണ്ട് സ്റ്റേറ്റ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ആയിട്ട് വേണം നമ്മളിവിടെ പാസ് ചെയ്യാനായിട്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ഇങ്ങനെ കൊടുത്താലും കറക്റ്റ് ആണ്. പക്ഷേ അതെന്ന് പറയുന്നത് റിയാക്ടിന്റെ ഒരു പ്രത്യേകത എന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഷെഡ്യൂൾ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതായത് ചിലപ്പോൾ ഡിലേ വരാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടണമെന്നില്ല, പക്ഷെ കുറച്ച് ഡിലേ എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഈ വാല്യൂ ഡയറക്റ്റ് പാസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഫംഗ്ഷനായിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. ആ ഫംഗ്ഷനിൽ പാസ് ചെയ്ത് നമ്മൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന എന്താണോ അത് പെട്ടെന്ന് കറണ്ട് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതാനുള്ള കാര്യം. ഇനി നമ്മളിവിടെ എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് ബോക്സിൽ നമ്മുടെ ലേബൽ കാണിക്കണം. സോ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ ലേബൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മളെ ഡീഫോൾട്ട് വാല്യൂ എന്താണോ അതായിരിക്കണം കാണിക്കുന്നത്. ഇപ്പൊ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താണ് പ്ലെയർ. ഓക്കെ, ഇത് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ്. സോ വാല്യൂ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇൻപുട്ട് ടെക്സ്റ്റിനകത്ത് ഓട്ടോമാറ്റിക്കലി വാല്യൂ സെറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ പ്ലെയർ 1 ഇപ്പൊ ഞാൻ സേവ് എഡിറ്റ് കൊടുത്തപ്പോൾ ഇവിടെ പ്ലെയർ 1 ഇൻപുട്ട് ബോക്സിൽ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇത് ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യുന്നത് പ്ലെയർ ആണ്. ഓക്കെ, വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്, എന്തെങ്കിലും ആയിക്കോട്ടെ.
അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താൽ നമ്മൾ ഒരു കീ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വാല്യൂ എന്താണോ അത് ഓവർ റൈറ്റ് ചെയ്യും. ഓക്കെ, ആ ഇൻപുട്ട് ബോക്സിനകത്തോട്ട് ഓവർ റൈറ്റ് ചെയ്യും. സോ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല വാല്യൂ. നമ്മൾ ഇതിന് ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് റിയാക്ടിന്റെ ഒരു ഇൻബിൽഡ് പ്രോപ്പർട്ടിയാണ് ഡീഫോൾട്ട് വാല്യൂ. സോ ഇങ്ങനെ ഡീഫോൾട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇനി അടുത്ത് സേവ് ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ടൈപ്പ് ചെയ്തത് അത് തന്നെ ആയിരിക്കണം അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിനകത്താണ് നമ്മൾ ഓൺ ചേഞ്ച് ഫംഗ്ഷൻ വിളിക്കേണ്ടത്. അപ്പൊ നമ്മളൊരു എക്സ്ട്രാ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മളിവിടെ ഫംഗ്ഷൻ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കൊടുത്ത് വിചാരിച്ചു. ഇപ്പൊ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ യൂസ് സ്റ്റേറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു യൂസ് സ്റ്റേറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അത് നമുക്ക് പ്ലെയർ നെയിം സെറ്റ് പ്ലെയർ നെയിം. അപ്പൊ ഇതിന്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് പ്ലെയർ തന്നെ ആയിരിക്കും. ഓക്കെ, പ്ലെയർ നെയിം എന്ന് പറഞ്ഞായിരിക്കും ഇവിടെ ചുറ്റുമോ. അപ്പൊ ഞാൻ ഇവിടെ പ്ലെയർ മാറ്റിയിട്ട് ഇവിടെ പ്ലെയർ നെയിം എന്നാക്കും. ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണോ? ഓക്കെ, ഇനി നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ ഓൺ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ ഇൻപുട്ടിനകത്ത് നമ്മൾ ഓൺ ചേഞ്ചിന്റെ ഈവന്റ് ഹാൻഡലർ നമ്മളിവിടെ കൊണ്ടുവരും. അതിന് നമ്മൾ ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞാണ് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഈ ഫംഗ്ഷനകത്ത് ഞാനൊരു പാരാമീറ്റർ പാസ് ചെയ്യണം. അതാണ് ഇവന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇവന്റ് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആക്ച്വലി ആരോ ഫംഗ്ഷൻ വെച്ച് നമ്മളൊരു പാരാമീറ്റർ വെച്ച് കൊടുക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം ഇവന്റ് ആക്ച്വലി എന്ന് പറയുന്നത് ഈ ഇൻപുട്ടിന്റെ ഒബ്ജക്റ്റ് ആണ്. ഈ ഇൻപുട്ടിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ആരോ ഫംഗ്ഷൻ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ പാരാമീറ്ററിൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്ട്ലി അത് വന്നോളും. ഓക്കെ, ഇനി നമുക്കിവിടെ സെറ്റ് പ്ലെയർ നെയിമിനകത്ത് അത് നമുക്ക് ഇവന്റിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവന്റ് നോക്കണമെങ്കിൽ നമ്മൾ ലോഗ് ചെയ്ത് നോക്കണം. console.log ഇവന്റ്. ഓക്കെ, വാല്യൂ നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺ ചേഞ്ച് ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ടിന്റെ ഓബ്ജക്റ്റ്, അതായത് ഇൻപുട്ടിന്റെ ഈവന്റ് ആണ് ഇത്. നമുക്ക് വേണ്ട ഈവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ എന്ന് പറയുന്നൊരു ഫീൽഡ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഇതാണ് ഈ വാല്യൂ ആണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മളിവിടെ സെറ്റ് പ്ലെയർ നെയിം ഇവിടെ ഈവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഇനി ഞാനിത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രവീൺ എന്ന് പറയുമ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രവീൺ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ എനിക്ക് പ്ലെയർ 2 ഇവിടെ മാറ്റിയിട്ട് എനിക്കിവിടെ രാഹുൽ എന്ന് പറഞ്ഞ ആക്കിയാൽ ആ സേവ് ചെയ്യുമ്പോൾ നെയിം എഡിറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് 2-way ഡേറ്റ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ ഇൻപുട്ടിന് ഇവിടെ നമ്മളൊരു ഈവന്റ് ഹാൻഡലർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഈവന്റ് ഹാൻഡലർ ആണ് ഹാൻഡിൽ ചേഞ്ച് എന്ന് പറയുന്ന സംഭവം. സെറ്റ് പ്ലെയർ നെയിമിനകത്ത് നമ്മളുടെ ഈവന്റ് ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ
പ്ലെയറിന്റെ ലേബൽ, അതായത് ഈ പ്ലെയർ നെയിം എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് യൂസ് സ്റ്റേറ്റ്. നമ്മൾ ഒരു എക്സ്ട്രാ ഒരു യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്തു. അത് നമ്മൾ ലേബലിന് വേണ്ടിയിട്ടാണ്, ലേബൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ പ്ലെയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിവിടെ ബട്ടൺ എഡിറ്റും സേവും അതുപോലെ തന്നെ നമുക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഓക്കെ.